ഹരേ കൃഷ്ണ. മീനം രാശി 2025 മുതൽ 2030 വരെ നിങ്ങളുടെ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം. രാശിചക്രത്തിലെ അവസാനത്തതും 12ാമത്തെ രാശിയുമായ മീനം രാശി. മീനം രാശിയുടെ സ്വാമി വ്യാഴം. ഈ 5 വർഷം വ്യാഴത്തിൻ്റെ, ശനിയുടെ, കേതുവിൻ്റെ, രാഹുവിൻ്റെ ഈ വലിയ ഗ്രഹങ്ങളുടെ ഗോചരം നിങ്ങളുടെ ഏത് ഭാവത്തിലായിരിക്കും? ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായം അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. 7.5 ശനി നടക്കുന്ന സമയം. ഈ 5 വർഷം നിങ്ങളുടെ 7.5 ശനിയുടെ 2ഉം 3ഉം ചരണത്തിലുള്ള കാലാവധിയാണ്. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. വളരെയേറെ റിസർച്ച് ചെയ്തതിന് ശേഷം കൊണ്ടുവന്ന വീഡിയോ. എല്ലാവരും ബുക്കും പേനയും എടുത്തു നോട്ട് ചെയ്തു വയ്ക്കുക. മെയ് 2025 മുതൽ മെയ് 2026 വരെ വ്യാഴം 4ാം ഹൗസിൽ. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 10, 12. 4ാം ഹൗസ് സുഖത്തിൻ്റെ, സമ്പത്തിൻ്റെ, നിങ്ങളുടെ വീടിൻ്റെ, നിങ്ങളുടെ മാതാവിൻ്റെ ഒക്കെയാണ്. ഈ സമയം ആഡംബര വസ്തുക്കൾ വാങ്ങിക്കുന്നതിനുള്ള സമയം, പ്രോപ്പർട്ടി ഡീലിംഗ് ഒക്കെ ചെയ്യുന്നതിനുള്ള സമയം, അനുകൂല സമയം. മാതാവിൻ്റെ ആരോഗ്യം, മാതാവിൻ്റെ പേഴ്സണൽ ലൈഫൊക്കെ അനുകൂലമായിരിക്കുന്ന സമയമാണ് ഈ സമയം. 10ാം ഹൗസിൻ്റെ ദൃഷ്ടി കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള സമയം. മാനേജ്മെൻറ്റ് ലെവലിലൊക്കെ ജോലി ചെയ്യുന്നവർക്കുള്ള അനുകൂല സമയം. വ്യാഴം, ഗുരു എന്ന് പറയുന്നത് അറിവ്, നോളജ്. നിങ്ങളിൽ ഒരു മെച്യൂരിറ്റി തന്നെ കൊണ്ടുവരും. നിങ്ങളിൽ നല്ല ഒരു ഡിസിപ്ലിനൊക്കെ കൊണ്ടുവരുന്നതിനുള്ള ഒരു സമയമായിരിക്കും ജോലി സ്ഥലത്തും. പ്രത്യേകിച്ച് ജോലി സ്ഥലത്ത് കൂടെ ജോലി ചെയ്യുന്നവരോടുള്ള നല്ല ഒരു കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ അവരിൽ ഒരു ദയ കാണിക്കുന്നതിനും ഒക്കെയുള്ള സമയമാണ്. 12ാം ഹൗസിൻ്റെ ദൃഷ്ടി ചിലവ് കൂട്ടുന്ന സമയം. അതും നിങ്ങളുടെ അനുകൂല സ്ഥലത്ത്, നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ചുറ്റിക്കറങ്ങുന്നതിനും അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നതിനുമുള്ള സമയം. ലോങ് ട്രാവൽസും അതുപോലെ തന്നെ തീർത്ഥാടനം ഒക്കെ ചെയ്യുന്ന സമയമായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ പൈസ ചിലവാക്കുകയും ചെയ്യും. മെയ് 2026 മുതൽ മെയ് 2027 വരെ വ്യാഴം 5ാം ഹൗസിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നതായിരിക്കും. ഈ സമയം വ്യാഴം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്ന സമയം.